ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെണ്ണും ചെക്കനും വന്നല്ലോ. എടി രാധേ, പെണ്ണും ചെക്കനും വന്നോടി. ഇത് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയാ, മോള് പേടിക്കണ്ട. ഇത്തിരി കഴിയിട്ടടി, നിന്റെ ചിരിയും കളിയും ഞാൻ അവസാനിപ്പിച്ചു തരാം. എന്റെ മകന്റെ കുഞ്ഞിനെ പെറ്റു വളർത്തി ഈ വീട്ടിലെ തറവാട്ടമ്മയെ വാഴാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആദ്യം അകത്തേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് വളകളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പന്തലിലേക്ക് കൊണ്ടുപോവാം. രുക്മിണി എന്തു പറയുന്നു? അത് മതി, അതാണല്ലോ ചടങ്ങ്. എന്നാ പിന്നെ രുക്മിണിനെ കൊണ്ടുപോ. മോളെ, അന്ന് അമ്മ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞുപോയി. അത് അന്നേരത്തെ വിഷമവും സങ്കടമൊക്കെ കൊണ്ട് പറഞ്ഞു പോയതാ. മോൾ അതൊന്നും മനസ്സിൽ വെക്കരുതേ. ഇല്ലമ്മേ, ഏതൊരു അമ്മായിയമ്മയും പറയുന്നതേ അമ്മയും പറഞ്ഞോളൂ. അതൊന്നും സാരമില്ല. അമ്മേനെ സ്വീകരിച്ചല്ലോ, എനിക്കത് മതി. ഇനി മുതൽ എന്റെ പൊന്നിനെ ഞാൻ എന്റെ മകളെ പോലെ നോക്കും. മോൾ എന്നും ഈ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. 5 മിനിറ്റിനകം നീ ബ്ലീഡിംഗ് ആയി പെടഞ്ഞിവിടെ കിടന്ന് ഉരുളും. അതിനുള്ള പണിയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ അമ്മായിമ്മയും മരുമകളും ഒന്നായി, നമ്മളൊക്കെ ഔട്ട്. ഇതാ മോള് വാ. മഹരീഷേ, അലങ്കരിച്ച് കസേരയിൽ പോയി ഇരിക്ക്. എന്തിനാ ചേട്ടാ? ഗർഭിണിയായ സ്ത്രീക്ക് വളകാപ്പ്, അല്ലാതെ അവളുടെ ഭർത്താവിനല്ല. അയ്യ, അല്ല എന്നാലും എന്റെ ഉത്തരവാദിയാണല്ലോ. അങ്ങനെ ഇപ്പൊ കൈ കഴുകി മാറാൻ നോക്കണ്ട. അവൻ മരുമകന്റെ പെങ്ങളുടെ വളകാപ്പിന് പോയിരിക്കുന്നു. അവന്റെ ഒരു 16 അടിയന്തരം. മിനിസ്റ്റർ അംബികയാണല്ലോ. ആ അംബികെ, എന്തായി രുക്മിണി? ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചടങ്ങ് തുടങ്ങിയോ? തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങള് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല, എങ്ങനെ? അകലെ